ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു നിമിഷത്തിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ തമ്മിൽ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതായിട്ട് കാണുന്നുണ്ട്. ചില പേര് നോ കോണ്ടാക്റ്റിലായിരിക്കണം. മേ ബി അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ രണ്ട് പേരിലും ഒരാൾക്ക് കൂടുതലായിട്ട് ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യങ്ങളോടും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ലാത്തതായിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. നിങ്ങളായിട്ട് തന്നെ ഒരു ആക്ഷൻ എടുക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ മുന്നോട്ട് ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. പക്ഷെ അവരുടെ മനസ്സിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണുള്ളത്. എല്ലാ സമയത്തും അവർ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കാര്യങ്ങൾക്കെല്ലാം ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അവർ എല്ലാ കാര്യങ്ങളും ചില കാര്യങ്ങളെല്ലാം അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് തവണ സംഭാഷണങ്ങൾ നടന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ഉണ്ടാവണം, നിങ്ങളോടെല്ലാം ഓപ്പണായിട്ട് പറയണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യാണ്. അവരുടെ മനസ്സുകൊണ്ട് എപ്പോഴും അവർ നിങ്ങളുടെ അരികിലേക്ക് ഓടിയെത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവർക്കുള്ള മറ്റ് സ്ട്രഗിൾസ് ആയിരിക്കാം അവരെ മറ്റൊരു ഡയറക്ഷനിലേക്ക് ഫോഴ്സ്ഫുള്ളി കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് വളരെയധികം ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അവർ ഏതൊക്കെയോ സിറ്റുവേഷൻസിൽ ട്രാപ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യം കാണുന്നുണ്ട്. മേ ബി അവർ കരിയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ ആ ഒരു രീതിയിലായിരിക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഒരു സന്തോഷകരമായിട്ടുള്ള ദിവസങ്ങൾ തന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളെ ഒരിക്കലും ലൈഫിൽ നിന്നും നഷ്ടമായി പോകാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. ഓക്കെ, ലൈഫിൽ അവർ ഒരുപാട് അച്ചീവ്മെന്റ്സ് അവർ ചിലപ്പോൾ നേടിയെടുക്കും. പക്ഷെ ആ ഒരു സമയത്ത് പോലും അവർക്ക് അവരുടെ ലൈഫിൽ സന്തോഷം ലഭിക്കുന്നത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ദിവസങ്ങൾ മാത്രമായിരിക്കുമെന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഏതൊരു സമയത്തും നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തി പുതിയതായിട്ട് എന്തോ ഒരു കാര്യം ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി അവരൊരു പുതിയ കരിയറിലേക്ക് എൻ്റർ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർ എബ്രോഡ് പോകാനായിട്ട് അവർ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഒരു വളരെ പെട്ടെന്നായിട്ടുള്ള ഒരു മാറ്റം സംഭവിക്കണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ലൈഫിൽ ഇപ്പോൾ അവർക്ക് നിങ്ങളും അവരും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ, മേ ബി അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, ആ ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് എൻഡ് ആയിട്ട് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റീയൂണിയൻ പോസിബിലിറ്റി ഉണ്ടാവണം എന്ന് ഈ ഒരു നിമിഷത്തിൽ അവർ ചിന്തിക്കുകയാണ്. കാരണം ഈ ഒരു മൊമെന്റിൽ അവർക്ക് ആ ഒരു അവയർനെസ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, നിങ്ങൾ ലൈഫിൽ ഉണ്ടായിരുന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്നാൽ മാത്രമേ അവരുടെ ലൈഫിന് ഒരു കംപ്ലീഷൻ ഉണ്ടാവുള്ളൂ എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ മേ ബി അത് ഈഗോ കൊണ്ടായിരിക്കാം ഈ വ്യക്തി നിങ്ങളുടെ അരികിൽ വരാനായിട്ട് മടിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒത്തിരി ലേസി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് എടുക്കുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ റിലേഷൻഷിപ്പിന്റെ ആ ഒരു സ്ട്രെങ്ത് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് അവരുടെ ആ ഒരു ഇമ്മച്വർ ആയിട്ടുള്ള പെരുമാറ്റം കൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഈ ഒരു സ്റ്റക്നെസ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, മേ ബി ഈ ഒരു സമയത്ത് ആ ഒരു തിരിച്ചറിവ് ആ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ടാവാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തുകൊണ്ടോ വെയിറ്റിംഗിലാണെന്നാണ് കാണുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് യെസ്, അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് തന്നെയായിരിക്കണം അവരുടെ ലൈഫിൽ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് പോലെ അവരുടെ കണ്ണുകൾ മൂടിക്കെട്ടി പോലുള്ള അവസ്ഥ അവർ എക്സ്പീരിയൻസ് ചെയ്യലുണ്ട്. പക്ഷേ ആ ഒരു മൊമെന്റിൽ പോലും ഈവൻ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവരെ അത്രയധികം ഒരു എന്താണ് തകർന്നു പോയ സാഹചര്യമാണ് എങ്കിൽ പോലും അവർക്ക് ആ ഒരു മൊമെന്റിലും നിങ്ങളുടെ പ്രണയത്തിനായിട്ട് ആ വ്യക്തി വെയിറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത്.
ആൻഡ് യെസ്, അവര് നിങ്ങളെ അവരുടെ ലൈഫിൽ ഒരു ക്യൂനായിട്ടോ അല്ലെങ്കിൽ കിങ് ആയിട്ടോ കാണുന്നുണ്ട്. അത്രമാത്രം ഒരു ഇമ്പോർട്ടൻസ് ആണ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കായിട്ടുള്ളത്. അവരുടെ ലൈഫിൽ മറ്റു കാര്യങ്ങൾക്കെല്ലാം അവര് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതായിട്ട് കാണുന്നുണ്ട്. കാരണം അവരുടെ കൈകളിലുള്ള ഒരു പ്രകാശം, അവരുടെ ജീവിതത്തിലെ ഒരു പ്രകാശമായിട്ട് അവർ നിങ്ങളെ കാണുന്നു. ഓക്കെ. യെസ്, ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളുമായിട്ട് മീറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. അവർ നിങ്ങളുമായിട്ട് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു നിമിഷത്തിൽ നിങ്ങളും അവരും നേരിട്ട് കാണാനുള്ളൊരു ചാൻസ് ഉണ്ട്. മേ ബി ഒരു എന്താണ് ഒരു ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയും നിങ്ങളുമായിട്ടൊരു കണ്ടുമുട്ടൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അവരും നിങ്ങളും തമ്മിൽ അത്രയധികം ഒരു ഇൻറ്റിമസി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നതും ആ ഒരു കാര്യം തന്നെയാണ്. എല്ലാ രീതിയിലും അവർ നിങ്ങളുമായിട്ടുള്ള ഒരുമിച്ചുള്ള ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ നേരിട്ട് കാണാനും നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട്. അത്രയധികം നിഷ്കളങ്കമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. മേ ബി നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. അത്രയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളും അവരുമായിട്ട് കാണാൻ വേണ്ടിയുള്ള ഒരു അവസരം അവർക്ക് ഉടനെ ലഭിക്കണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. ഓക്കെ. ലൈഫിൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. ലൈഫിൽ പല വ്യക്തികളും നമ്മളെ ചീറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് ഒരു ഇൻറ്റ്യൂഷൻ എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അത് യൂണിവേഴ്സിൽ നിന്നും നമുക്ക് കിട്ടുന്ന പോസിറ്റീവായിട്ടുള്ള സയൻസ് ആയിട്ട് എടുക്കുക. ഇൻഡ്യൂഷണലി നമുക്ക് ഫീൽ ചെയ്യുന്ന ഈ വ്യക്തിയെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. ഇതുവരെയും നിങ്ങൾ ഒരുപാട് പെയിൻ ഈ റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടോ ഒരുപാട് നിങ്ങളെ എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. ലൈഫിൽ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള വ്യക്തികളാണ് നിങ്ങൾ. ജെനുവിൻ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്ന് വിശ്വസിക്കുക. നത്തിങ് വിൽ കം ഓഫ് ദിസ് സിറ്റുവേഷൻ. ഓക്കെ. യൂണിവേഴ്സിൽ നിന്നും ആ ഒരു മെസ്സേജ് തന്നെയാണ് വരുന്നത്. ഇപ്പോഴും നിങ്ങൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് ഒന്നും തന്നെ ലഭിക്കാനില്ല എന്നുള്ളൊരു ക്ലാരിറ്റിയാണ് യൂണിവേഴ്സിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ആൻഡ് ദി എൻഡ് ഓഫ് എ ടഫ് സൈക്കിൾ അപ്രോച്ചസ്. ഓക്കെ. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആ ഒരു നെഗറ്റിവിറ്റി എൻഡ് ആവുന്നു എന്നുള്ളൊരു മെസ്സേജ് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് പ്രോസ്പെരിറ്റി ലൈസ് അഹെഡ്. ഓക്കെ. മുന്നോട്ടുള്ള ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രോസ്പെരിറ്റി, ഒരുപാട് പോസിറ്റിവിറ്റി വരാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുക. പോസിറ്റീവായിട്ട് ലൈഫിനെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ഫൈനലി ഹോൾഡ് യുവർ വിഷൻ. ഓക്കെ. നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ മുന്നോട്ട് ഉള്ള കാര്യങ്ങളെ ചിന്തിക്കുക. ലൈഫിൽ ഇനിയും ഒരുപാട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ട വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഓർക്കാതിരിക്കുക. ഓക്കെ.